RSS ആക്രമണങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനെ ഭയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല. അക്രമങ്ങൾ നേരിടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ബിജെപിക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ദൗർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. നിർഭാഗ്യവശാൽ അവിടെയും ചില രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ അപലപിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന സമീപനം കോൺഗ്രസ് അടക്കമുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. നമ്മുടെ നാടിൻ്റെ സ്വൈര്യവും സമാധാനവും തകർത്ത് ഒരു പുതിയ രീതിയിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കില്ല. ശക്തമായ നടപടികളിലൂടെ തന്നെ അതിനെ നേരിടും. RSSന് അവരുടെ അജണ്ടയനുസരിച്ച് ഇവിടെ ജനങ്ങളിൽ ഭീതി പരത്താനും നാടിനെ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിർത്തുന്നതിനും കഴിയില്ല. ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സർക്കാർ ഒരുക്കുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ നല്ല സംയമനം പൊതുവെ പാലിക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട് എന്നതൊരു മാതൃകാപരമായ കാര്യമാണ്. കാരണം നിരവധി വികാരപരമായ സംഭവങ്ങൾക്കിടയാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെ വീടുകൾ ആക്രമിക്കുക, ജനപ്രതിനിധികളെ ആക്രമിക്കുക, ഇതെല്ലാം ഓരോ പ്രദേശത്തും വലിയ വികാരമുണർത്തുന്ന കാര്യമാണ്. ബഹുജന നേതാക്കളെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്, ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതും വലിയ ബഹുജന വികാരമുണർത്തുന്ന കാര്യമാണ്. പക്ഷേ വലിയ സംയമനം ആളുകൾ പാലിച്ചിട്ടുണ്ട്. ആ സംയമനം തുടരണം. അക്രമം ഒരു കൂട്ടരുടെ മാത്രം മാർഗമാണ്. ആ അക്രമത്തെ സർക്കാർ സംവിധാനത്തിലൂടെ ഫലപ്രദമായി നേരിട്ടുകൊള്ളും. ഇവിടെ സംയമനം പാലിച്ച് അതിനെതിരെയുള്ള ബഹുജന വികാരം ഉയർത്താനാണ് പൊതുവെ ആളുകളും ബഹുജനങ്ങളും ശ്രദ്ധിക്കേണ്ടത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന RSS ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഭയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നാടിനെ വിട്ടുകൊടുക്കില്ല, സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫലപ്രദമായി നേരിടും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്? തീർച്ചയായും ചോദിച്ചിട്ട് സംസ്ഥാന വ്യാപകമായിക്കൊണ്ട് തന്നെ വലിയ തോതിൽ തന്നെയാണ് BJP RSS നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും അക്രമ പരമ്പര ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാടിനെ ഭയത്തിന്റെ ഒരു മുൾമുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പക്ഷെ ഇതിന് സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല. അത് സർക്കാരിന്റേതായ സംവിധാനങ്ങളിലൂടെ ഇതിനെതിരെ ശക്തമായ നടപടി തന്നെ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊന്ന്, കൂടുതലായി ജനപ്രതിനിധികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അക്രമ പരമ്പര നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ, അതോടൊപ്പം തന്നെ മറ്റ് പൊതുജനങ്ങളെ ഒക്കെ ആക്രമിക്കാനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ അത് ജനപ്രതിനിധികളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് അക്രമങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർശനമായ നടപടി തന്നെ ഇതിനെതിരെ കൈക്കൊള്ളും. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത്, ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു ആത്മസംയമനം ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് തുടരണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. എല്ലാവരും ആ രീതിയിലുള്ള സംയമനം പാലിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. നടപടി അത് സർക്കാർ കൈക്കൊള്ളുന്നതായിരിക്കും. ഒപ്പം തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. അക്രമങ്ങൾ നേരിടുന്നതിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നടപടി കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റൊന്ന് ഇതിൽ എടുത്ത് പറഞ്ഞത്, ഇത്തരത്തിൽ വലിയ അക്രമങ്ങൾ സംസ്ഥാന വ്യാപകമായി തന്നെ RSSന്റെ ഭാഗത്ത് നിന്നും ഒരു വിഭാഗത്തിന്റെ മാത്രം നടപടിയാണ്, അവരുടെ നിലപാടാണ് അക്രമം എന്ന് പറയുന്നത്. അവർ ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ പോലും അവരെ വിമർശിക്കാനോ ഈ അക്രമങ്ങളെ അപലപിക്കാനോ പോലും തയ്യാറാകാത്തൊരു നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി അവരെ വിമർശിക്കുകയും ചെയ്തു. ജോർജ്, വ്യക്തമാണ്, അക്രമങ്ങൾ നേരിടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം BJPക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലപാടുകളെ മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു. വിവരങ്ങളാണ് ഷീജ നൽകിയത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ RSS നേതാവിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീണാണ് ബോംബെറിഞ്ഞത്. പോലീസ് സ്റ്റേഷന് നേരെ 4 ബോംബും CPI മാർച്ചിന് നേരെ 2 ബോംബും എറിയുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, ദൃശ്യങ്ങൾ പുറത്തായിരിക്കുന്നു. എന്താണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? RSSന്റെ ജില്ലാ പ്രചാരകായ പ്രവീണാണ് ഇത് സംബന്ധിച്ചുള്ള ആക്രമണം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയത്. ഉഗ്ര സ്ഫോടന ശേഷിയുള്ള 6 ബോംബുകൾ ഇയാൾ എറിഞ്ഞു. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കിറ്റിൽ
ബോംബുകൾ കയ്യിൽ കരുതിയ ശേഷം നേരെ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തി. തുടർന്ന് അവിടെ കൂടി നിന്ന CPIM-ന്റെ ആളുകളുടെ നേരെ എറിയുകയായിരുന്നു. പോലീസ് സ്റ്റേഷൻ അവിടെ പോലീസുകാരും നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ തുടർ ദൃശ്യങ്ങളിൽ പോലീസുകാർ അകത്തേക്ക് ഓടി മാറുന്ന ദൃശ്യങ്ങൾ കാണാം. മുഖം വളരെ വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ നൂർനാട് സ്വദേശിയാണ്. നേരത്തെ വധശ്രമ കേസുകളിൽ അടൂരിൽ രജിസ്റ്റർ ചെയ്ത ഒരു വധശ്രമ കേസിലും മുമ്പ് നൂർനാട് സ്റ്റേഷൻ ലിമിറ്റിൽ ഉണ്ടായ ഒരു റോഡ് വിരോധ കേസിലും മാത്രമാണ് ഇയാൾ പ്രതിയായിരിക്കുന്നത്. എന്നാൽ ഈ 5 വർഷത്തോളമായി ഇയാൾ വീട് വിട്ട് പുറത്ത് RSSന് വേണ്ടി പ്രചാരകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വടക്കൻ ജില്ലകളിലായിരുന്നു ഇദ്ദേഹത്തിന് ചുമതല. ഇവിടെ വന്നത് ഏതാണ്ട് കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ആയിരിക്കുന്നത്. നെടുമങ്ങാട്ടെ നിരവധി ആക്രമണ സംഭവങ്ങളുടെ പ്രധാനപ്പെട്ട സൂത്രധാരകനാണ് ഇയാളെന്നാണ് പോലീസ് കരുതുന്നത്. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഇയാളെ പിടികൂടുന്നതിനായുള്ള ശ്രമങ്ങൾ പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതായത് ക്രിമിനലുകൾ RSSൽ ഉണ്ട്, RSSന്റെ നേതാക്കളായി മാറുന്നു. നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീൺ ആണ് ദൃശ്യങ്ങളിലുള്ളത്. ക്രിമിനലുകൾക്ക് പിന്തുണ കൊടുക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ്. ഇയാളെ പിടികൂടാനുള്ള പോലീസിന്റെ നീക്കങ്ങൾ എവിടം വരെയായി? കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ RSS ജില്ലാ പ്രചാരകായ പ്രവീണാണ് ഇത് സംബന്ധിച്ചുള്ള ആക്രമണം ആസൂത്രണം ചെയ്യുന്നതെന്നും ഒപ്പം ബോംബ് എറിഞ്ഞതെന്നും പോലീസിന് വ്യക്തമായിരുന്നു. ഇയാളെ പിടികൂടുന്നതിനായുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനായി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് നിലവിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇയാളുമായി ബന്ധമുള്ള 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾ പ്രവീണാണ് എന്ന് വ്യക്തമായത്. തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. RSS നേതാവ് ബോംബെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇയാളെ പിടികൂടുന്നതിന് പോലീസ് ശ്രമങ്ങൾ തുടരുന്നു. വിവരങ്ങളാണ് ജീവൻ നൽകിയത്. പോലീസ് ആക്ട് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെ കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും ബോംബേറ്. CPIM പ്രവർത്തകന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. ജില്ലയിൽ ഹർത്താൽ ശേഷവും പല പ്രദേശങ്ങളിൽ സംഘപരിവാർ ആക്രമണം തുടരുന്നു. മിഠായി തെരുവ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 7 RSS പ്രവർത്തകർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലായി. പേരാമ്പ്ര വടക്കേടത്ത് താഴേക്കുനി രാധാകൃഷ്ണന്റെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നു. കഴിഞ്ഞ ദിവസവും പേരാമ്പ്രയിൽ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. പോലീസ് ആക്ട് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് ആക്രമണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശബ്ദം പൊട്ടിയാണ്. വാഴപ്പുള്ള ഗ്രിൽസൊക്കെ പോയി, മറ്റേ ഉള്ളിലെ അലമാരി സർക്കസൊക്കെ പോയി. ആരാന്നുള്ള അറിയുന്നില്ലായിരുന്നു. രാത്രി അത് വന്നിട്ട് ഇങ്ങനെ ആക്രമിച്ചു പോവുക. രാമനാട്ടുകര കോളർക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിനു നേരെ കല്ലേറും ഉണ്ടായി. ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ അറസ്റ്റ് തുടരുകയാണ്. മിഠായി തെരുവ് ആക്രമിച്ച കേസിൽ ഇന്ന് 7 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കോഴിക്കോട് പേരാമ്പ്രയിലും വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലും പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കണ്ണൂരിൽ സംഘപരിവാർ കലാപ നീക്കം. AN ഷംസീർ MLA-യുടെയും CPIM മുൻ ജില്ലാ സെക്രട്ടറി P ശശിയുടെയും വീടിന് നേരെ ബോംബെറിഞ്ഞു. ഇരുട്ടി പെരുമ്പറമ്പിൽ CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. തലശ്ശേരി മേഖലയിൽ CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപക ആക്രമണവും ഉണ്ടായി. തലശ്ശേരി മേഖലയിൽ കലാപത്തിനുള്ള ഒരു ശ്രമമാണ് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ രാത്രി AN ഷംസീർ MLA മുൻകൈയെടുത്താണ് സമാധാന യോഗം വിളിച്ചു ചേർത്തത്. ഈ സമാധാന യോഗം പുരോഗമിക്കുന്നതിനിടയിലാണ് ഷംസീർ MLA-യുടെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. സമാധാന യോഗത്തിൽ വെച്ച് ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും അതേസമയം തന്നെ അണികളെ അക്രമത്തിന് പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് RSS നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. AN ഷംസീർ MLA-യുടെ വീടിന് ആക്രമണം ഉണ്ടായത് പിന്നാലെ തന്നെ CPIM-ന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയുടെ വീടിന് നേരെയും ബോംബാക്രമണം ഉണ്ടായി. അങ്ങനെ നിരവധി CPIM പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയാണ് തലശ്ശേരി മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്നത്. AN ഷംസീർ MLA ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, ഇന്നലെ ഈ സമാധാന യോഗം നടക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്? സമാധാന യോഗത്തിൽ, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തലശ്ശേരി മേഖലയിൽ സമാധാനത്തിന് വേണ്ടി മുൻകൈയെടുക്കണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ SP-യുമായി സംസാരിച്ച് SP ശിവവിക്രം, അതുപോലെ തന്നെ തലശ്ശേരി സബ് കളക്ടർ ആസിഫ് യൂസഫ്, ഒപ്പം ഞങ്ങൾ 3 പേരും CPIM-ൻ്റെയും ഒപ്പം RSS-ൻ്റെയും നേതൃത്വവുമായി ഇരുന്ന് 1-to-1 ആയി ചർച്ച ചെയ്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എൻ്റെ വീട് ആക്രമിച്ചത്. അപ്പം അതിലൂടെ അവർ നൽകുന്ന സന്ദേശം, സമാധാന ശ്രമങ്ങൾക്ക് ശ്രമിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഉത്തരേന്ത്യൻ മോഡൽ സംഘർഷമാണ് കഴിഞ്ഞ 4 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ശബരിമലയിൽ CPIM-ന് നേരിട്ടൊരു പങ്കുമില്ല. സുപ്രീം കോടതിയുടെ വിധിയാണ്. ഇനി ഈ വിധിയെ മറികടക്കാനാണെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവരാം BJPക്ക്. അതിനൊന്നും ശ്രമിക്കാതെ നാട്ടിൽ സ്വൈരജീവിതത്തിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് RSS BJPയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ തലശ്ശേരി മേഖലയിലുണ്ടായ സംഘർഷം. യാതൊരു പ്രകോപനവുമില്ല, തലശ്ശേരിയിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഈ പറഞ്ഞ ഹർത്താലിന് മുമ്പ് ഇവർ കയറിയെന്ന് പറയുന്ന ദിവസം ഇവർ റോഡ് തടഞ്ഞിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഹർത്താൽ ദിവസം CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി NC ബാലൻ്റെ വീട്, CPIM-ന് അനുഭാവിക സർക്കാർ ജീവനക്കാരൻ്റെ വീട് അടിച്ച് തകർക്കുന്നു, വാഹനങ്ങൾ തകർക്കുന്നു, ബൈക്കുകൾ തകർക്കുന്നു. തുടർന്നാണ് സമാധാന ശ്രമത്തിന് വേണ്ടി എൻ്റെ ഭാഗത്ത് മുൻകൈ ഉണ്ടായത്. അപ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നവരെ പോലും ആക്രമിക്കുന്നു. എൻ്റെ വീട് ആക്രമണത്തിന് ശേഷമാണ് CPIM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി സഖാവ് P. ശശിയുടെ വീട് നേരെ ആക്രമിക്കുന്നത്, വലിയ രീതിയിലുള്ള ബോംബാക്രമണം നടത്തിയത്. അപ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, നാട്ടിൽ സമാധാനത്തിന് തടസ്സം നിൽക്കുക എന്ന സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ പ്രതികരിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. സമാധാന യോഗത്തിൽ RSS-ന്റെ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാട് എന്താണ്? സമാധാന യോഗത്തിൽ അവർ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്ന് പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്തത്. എല്ലായ്പ്പോഴും അവർ പറയും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി നിൽക്കും. ആ പതിവ് പല്ലവിക്കപ്പുറത്ത് ഒരു ഭാഗത്ത് ഈ രീതിയിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾക്കകത്ത് വന്നിരിക്കുക, മറുഭാഗത്ത് അറ്റ് എ ടൈം തന്നെ ആയുധങ്ങളുമായി ആളുകൾ പറഞ്ഞയക്കുക. ഇതാണ് അവരുടെ രീതി. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കണ്ണൂരിൽ കണ്ടത്, തലശ്ശേരിയിൽ കണ്ടത്. RSS ഒരു ഭാഗത്ത് CPIM-നെയാണ് ആക്രമിക്കുന്നതെങ്കിൽ, കേരളത്തിൽ ആക്രമിക്കുന്നതെങ്കിൽ, ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ദളിതുകളെയും മുസ്ലിങ്ങളെയുമാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുത്താണ് ഒരു ജനപ്രതിനിധിയുടെ വീടിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരു കാരണമായി കണക്കാക്കുന്നത്. ജനപ്രതിനിധികൾ പോലും അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആര് എന്നുള്ള CPIM-ന്റെ ഒരു ഉത്തരവാദപ്പെട്ട പ്രവർത്തകൻ, ജനപ്രതിനിധി ആയിക്കോട്ടെ, ആരെയും ഞങ്ങൾ ആക്രമിക്കും, ആരെയും ഞങ്ങൾ കൊല്ലും. എൻ്റെ വീടിന് നേരെ ഉണ്ടാകുന്ന തുടർച്ചയായ ശ്രമം, എനിക്ക് നേരെ ഉണ്ടാകുന്ന കോൺസിക്യൂട്ടീവായ ശ്രമങ്ങളുടെ തുടർച്ചയിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് ഈ RSS-ന്റെ സംഘം നടത്തി. RSS-ന്റെ ഉയർന്ന നേതൃത്വം അറിയാതെ, ഏതെങ്കിലും ഒരു ശിക്ഷക്കിൻ്റെ തീരുമാനപ്രകാരമല്ല, മറിച്ച് RSS-ന്റെ ഉന്നത നേതൃത്വത്തിൻ്റെ സമ്മതത്തോടെ അറിവോടുകൂടിയാണ് ഇന്നലെ എൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് AN ഷംസീർ MLA-യുടെ വീടിന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം സമാധാന യോഗം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഏതായാലും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി നടത്തിയിട്ടുണ്ട്. തലശ്ശേരി നഗരത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുകയും നിരവധി പേരെ കരുതൽ തടങ്കലിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു ശ്രമം പോലീസ് തലശ്ശേരി മേഖലയിൽ കാര്യക്ഷമമായി തന്നെ പോലീസ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. RSS BJP ആക്രമണ കേസിൽ കൊല്ലം ജില്ലയിൽ അറസ്റ്റ് തുടരുന്നു. കോട്ടയത്ത് പോലീസിനെ ആക്രമിച്ച സംഭവത്തിലും ചാത്തന്നൂരിൽ കട അടിച്ചു തകർത്ത കേസിലും 10 പേർ പിടിയിലായി. ഇടവേള. ഹർത്താൽ ദിനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത BJP നേതാക്കളെ മാലയിട്ട് സ്വീകരിച്ച് കോൺഗ്രസ് നേതാവ്. ഇടുക്കി DCC ജനറൽ സെക്രട്ടറി MD അർജുനനും 20-ലധികം കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് ഹർത്താൽ അനുകൂലികളെ സ്വീകരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച BJP നടത്തിയ ഹർത്താലിൽ അതിക്രമം കാണിച്ച BJP നേതാക്കളെയാണ് DCC പ്രസിഡന്റ് MD അർജുനനും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത്. ഹർത്താൽ ദിവസം ചെറുതോണിയിൽ വാഹനങ്ങൾ തടഞ്ഞ BJP മണ്ഡലം പ്രസിഡന്റ് PS സുരേഷ്, RSS കാര്യവാഹ് സ്വാമി ദേവചൈതന്യ എന്നിവരടങ്ങുന്ന 16-അംഗ സംഘത്തെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ വിട്ടയച്ചപ്പോൾ ചെറുതോണിയിൽ നിന്ന് 100 കണക്കിന് BJP പ്രവർത്തകർ പ്രകടനമായി പോലീസ് സ്റ്റേഷനിലെത്തി ഇവരെ സ്വീകരിച്ചു. ഇവരോടൊപ്പം DCC ജനറൽ സെക്രട്ടറിയും ഉണ്ടായിരുന്നു. പ്രകടനത്തിന് ശേഷം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് DCC ജനറൽ സെക്രട്ടറിയാണ്. അതേസമയം BJP പ്രവർത്തകരെ DCC ജനറൽ സെക്രട്ടറി പോയി സ്വീകരിച്ചതിനെ പറ്റി പ്രതികരിക്കാൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്. രാജ്യത്താകെ കലാപം സൃഷ്ടിക്കാനാണ് RSS ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത് കേരളത്തിൽ വിലപ്പോകില്ല. ക്ഷേത്രങ്ങളും വിദ്യാലയങ്ങളും RSS ആയുധപ്പുരകളാക്കുന്നു. ആക്രമണം CPIM-ന്റെ പ്രവർത്തന രീതി അല്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു വിഭാഗത്തിന്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ആക്രമണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് കേരളത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പുതിയ മുന്നേറ്റത്തെ തടഞ്ഞ് അക്രമം എന്നൊരവസ്ഥ വരുത്തുക എന്നുള്ളതാണ് RSS ഉദ്ദേശിക്കുന്നത്. CPM BJP ആക്രമണം എന്ന വാർത്തയിലേക്ക് എത്തിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ ശ്രദ്ധ തിരിച്ചു പിടിക്കാനാണ് RSS ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് CPIM ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. BJP-ക്കാരുണ്ടാക്കുന്ന പ്രകോപനത്തിൽ CPM പ്രവർത്തകന്മാർ പെട്ടുപോകരുത്. വീടുകൾക്ക് നേരെ യാതൊരുവിധ അക്രമ സംഭവവും നടത്താൻ പാടില്ല എന്ന് ഉഭയകക്ഷി ചർച്ചയിൽ 2 പാർട്ടികളുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനം
അത് ലംഘിക്കാൻ പാടില്ല. ഇപ്പോൾ അത് തലശ്ശേരി ലംഘിച്ചത് RSS ആണ് അതിന് തുടക്കം കുറിച്ചത്. അത് ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലായിടത്തും പാർട്ടി പ്രവർത്തകന്മാർ ഇടപെടണം എന്ന് പരസ്യമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ വർഗീയ കലാപം കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ നടപ്പാക്കാൻ ഇവിടെ സാധിക്കില്ല. അതിനുള്ള ശ്രമം കേരളത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. അത് പക്ഷെ പരാജയപ്പെടുകയാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോഴും ചില RSSകാർ ആ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അനുവദിക്കില്ല, നടക്കാൻ പോകുന്നില്ല. കോഴിക്കോട്ട് അങ്ങനെ ചില പ്രചരണം നടത്തിയിരുന്നു. വർഗീയ ധ്രുവീകരണത്തിലുള്ള ചില നീക്കം നടത്തിയിരുന്നു. പള്ളിയിൽ ചില പ്രകോപനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് RSSന്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ കഴിയാത്തത്. RSS ആക്രമണം അഴിച്ചുവിട്ട കണ്ണൂർ തലശ്ശേരിയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തലശ്ശേരി മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. AN ഷംസീർ MLAയുടേത് ഉൾപ്പെടെ നിരവധി വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കണ്ണൂരിൽ ആക്രമണ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തത് RSS ഉന്നത നേതൃത്വമെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. കണ്ണൂരിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് ഉണ്ടായത്. സമാധാന യോഗം നടക്കുന്നതിനിടെയാണ് AN ഷംസീർ MLAയുടെ വീടിന് നേരെ ബോംബേറുണ്ടായത്. ഒരു ഭാഗത്ത് ഈ രീതിയിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾക്ക് വന്നിരിക്കുക, മറുഭാഗത്ത് അറ്റ് എ ടൈം തന്നെ ആയുധങ്ങളുമായി ആളുകൾ പറഞ്ഞയക്കുക. ഇതാണ് അവരുടെ രീതി. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കണ്ണൂരിൽ കണ്ടത്, തലശ്ശേരിയിൽ കണ്ടത്. CPIM മുൻ ജില്ലാ സെക്രട്ടറി P ശശിയുടെ വീടും ബോംബെറിഞ്ഞ് തകർത്തു. ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യയും മകൻ സഞ്ജയാണ് വീട്ടിലുണ്ടായിരുന്നത്. 11 മണിക്ക് ഒരു മോട്ടോർ ബൈക്ക് വീട്ടിന് മുമ്പിൽ വന്ന് നിർത്തി. ആ ബൈക്കിൽ നിന്നാണ് ബോംബെറിഞ്ഞത്. CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം ശശി വാഴയിലിൻ്റേത് ഉൾപ്പെടെ നിരവധി വീടുകളാണ് RSS തകർത്തത്. കണ്ണൂരിൽ ആക്രമണം ആസൂത്രണം ചെയ്തത് RSS നേതൃത്വമാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ പറഞ്ഞു. സമാധാനം നിലനിർത്താൻ CPIM മുൻകൈയെടുക്കുമെന്നും ജയരാജൻ വ്യക്തമാക്കി. നാട്ടിലാകെ കലാപം ഉണ്ടാക്കുക എന്നതാണ് RSSന്റെ പരിപാടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPM പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയുള്ള ആക്രമണം. കേരളത്തിൽ RSSന്റെ ഓരോ നീക്കങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നു. അതിൻ്റെ മുൻപന്തിയിൽ CPM ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. ഇരിട്ടിയിൽ RSSകാർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച CPIM പ്രവർത്തകൻ വൈശാഖിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. RSSകാർ തകർത്ത വീടുകൾ CPIM നേതാക്കൾ സന്ദർശിച്ചു. അതേസമയം തലശ്ശേരി മേഖലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. തലശ്ശേരി നഗരത്തിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഭീകര സംഘടനയെ പോലെയാണ് RSS പ്രവർത്തനമെന്ന് മന്ത്രി E P ജയരാജൻ. അക്രമം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടും, സമാധാനം ഉറപ്പാക്കാൻ CPIM ശ്രമിക്കും. ഷംസീറിന്റെ വീടിന് നേരെ നടന്നത് BJP RSS നേതൃത്വത്തിന്റെ ആസൂത്രിത അക്രമമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. MLA ഷംസീറിന്റെ വീടിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം യഥാർത്ഥത്തിൽ ആസൂത്രിതമായി നടത്തിയിട്ടുള്ളത് തന്നെയാണ്. അവിടുത്തെ പ്രാദേശികക്കാരെങ്കിലും ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ RSS BJPയുടെ നേതൃരംഗം തന്നെ ആലോചിച്ച് നടത്തിയിട്ടുള്ള ഒരു സംഭവമാകാനാണ് സാധ്യത. ഈ തലശ്ശേരിയിലാണ് RSS സംഘപരിവാർ കേരളത്തിൽ ആദ്യമായി ആസൂത്രിതമായിട്ടുള്ള കലാപം സംഘടിപ്പിച്ച സ്ഥലം. വളരെ കേരളത്തിന് പുറത്തു നിന്നും ഒക്കെയായി ആളുകളെ കൊണ്ടുവന്ന് ഒരു ഘോഷയാത്രക്ക് നേരെ, ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രക്ക് നേരെ എറിയാത്ത ചെരുപ്പ് എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കലാപുണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണത്. 1948 വർഷം മുമ്പ് RSS ആലോചിച്ച് നടത്തിയിട്ടുള്ളതാണ്. ഇതുകൊണ്ടൊന്നും തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലൊന്നും അവർക്ക് വേരുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലല്ല, ഒരു ഭീകര സംഘടനയെ പോലെയാണ് RSS സംഘപരിവാർ BJP പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ കലാപവും വെടിവെപ്പുമെല്ലാം ഉണ്ടാക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമമെന്ന് മന്ത്രി AK ബാലൻ. അക്രമ സംഭവങ്ങൾ അധികം നീണ്ടുപോകില്ല. 1959 പോലെ സർക്കാരിനെ പിരിച്ചുവിടണമെന്നാണ് ചിലരുടെ മോഹമെന്നും എന്നാൽ അത് നടക്കില്ലെന്നും മന്ത്രി AK ബാലൻ പറഞ്ഞു. വെടിവെപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് RSS സംഘപരിവാർ ശക്തികളുടെ ലക്ഷ്യം. എന്നിട്ട് കേരളത്തെ ഒരു കലാപഭൂമിയാക്കുക.
അധികം അങ്ങനെ നീണ്ടുപോകില്ല. ഇതിന്റെ ഭാഗമായി ഒരു നിയമസമാധാന പ്രശ്നമുണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പിരിച്ചുവിടുക എന്നൊരാഗ്രഹമുള്ള ഒരു വിഭാഗമുണ്ട്. അതും കേരളത്തിൽ നടക്കില്ല. 59-ലെ സ്വപ്നം ആരും കാണണ്ട. ഇടവേള. രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന അടൂരിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അക്രമസംഭവങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ നടന്ന അക്രമസംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഇതുവരെ 110 പേരെ അറസ്റ്റ് ചെയ്തു. അടൂർ, കൊടുമൺ, പന്തളം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് 3 ദിവസത്തേക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഈ സ്ഥലങ്ങളിൽ സംഘം ചേരുന്നതിനും പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളായി തുടരുന്ന സംഘർഷത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജുവിന്റേതടക്കം 50-ലേറെ വീടുകളും CPIM പാർട്ടി ഓഫീസുകളും അടിച്ചു തകർക്കപ്പെട്ടു. അടൂർ ടൗണിൽ ഒരു മൊബൈൽ കടയ്ക്ക് നേരെയും CPM ഏരിയ കമ്മിറ്റി അംഗമായ രവീന്ദ്രന്റെ വീടിന് നേരെയും വ്യാഴാഴ്ച ബോംബാക്രമണവും ഉണ്ടായി. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട 76 കേസുകളിൽ 9 കേസുകൾ അടൂരിലാണ്. ജില്ലയിൽ ഇതുവരെ 110 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിൽ 85 പേർക്ക് ജാമ്യം ലഭിച്ചു. 25 പേരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 204 പേർ കരുതൽ തടങ്കലിലുമാണ്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷയാണ് പോലീസ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ശ്രീലങ്കൻ യുവതി ശബരിമലയിൽ ദർശനം നടത്തിയതിന് സ്ഥിരീകരണമില്ലാത്തതിനാൽ ശുദ്ധിക്രിയ നടത്തില്ലെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ. ആവശ്യമെങ്കിൽ മകരവിളക്കിന് മുന്നോടിയായുള്ള പൂജകൾക്കൊപ്പം ശുദ്ധിക്രിയ നടത്താനാണ് തന്ത്രിയുടെ തീരുമാനം. ശ്രീലങ്കൻ സ്വദേശിനിയായ ശശികല വ്യാഴാഴ്ച രാത്രി 10:45 ഗുരുസ്വാമിയോടൊപ്പം എത്തി ദർശനം നടത്തിയത്. പോലീസ് ആദ്യം ഇക്കാര്യം നിഷേധിച്ചെങ്കിലും CCTV ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വൃത്തങ്ങൾ ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടതോടെ പോലീസിന്റെയും സ്ഥിരീകരണമുണ്ടായി. രാത്രി അരിവരാസനപ്പാടി നടയടയ്ക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ശശികല ദർശനം നടത്തിയത്. നേരത്തെ ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തിയതിന് പിന്നാലെ നടയടച്ച് തന്ത്രിയുടെ നേതൃത്വത്തിൽ ശുദ്ധിക്രിയകൾ നടത്തിയിരുന്നു. ഇതിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്തും വന്നിരുന്നു. അനുമതിയില്ലാതെ ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രിയോട് ദേവസ്വം ബോർഡ് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 ദിവസങ്ങൾക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. എന്നാൽ ആചാരലംഘനമുണ്ടായെന്ന് സ്ഥിരീകരണമുണ്ടായാൽ മകരവിളക്കിന് മുന്നോടിയായുള്ള പൂജകൾക്കൊപ്പം പരിഹാര ക്രിയകൾ ചെയ്യാനാണ് തന്ത്രിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ദേശീയ പണിമുടക്ക് ഹർത്താലോ ബന്ധോ അല്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. ഒരു കടയും നിർബന്ധിച്ച് അടപ്പിക്കില്ല. തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കും. അക്രമം തങ്ങളുടെ അജണ്ടയിലില്ലെന്നും എളമരം കരീം MP കോഴിക്കോട് പറഞ്ഞു. ജനങ്ങൾ പണിമുടക്കുമായി സഹകരിക്കണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളും അഭ്യർത്ഥിച്ചു. ഇത് അക്രമം എന്ന് പറയുന്നത് ഈ അജണ്ടയിലേ ഇല്ല. എല്ലാ വിഭാഗം തൊഴിലാളികളും പണിമുടക്കും. ഞങ്ങൾ തൊഴിലാളി പണിമുടക്കാനേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഞങ്ങൾ തൊഴിലാളി പണിമുടക്കേ പറയുന്നുള്ളൂ, അല്ലാതെ കട പൂട്ടാൻ പോവല്ല. ഞങ്ങൾ അതുകൊണ്ട് ഒരാളെയും നിർബന്ധിക്കുന്നില്ല. ഹർത്താലും അല്ല, ബന്ധുവല്ല. അമേരിക്കയിലെ മലയാളി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ മികച്ച സംവാദകനുള്ള പുരസ്കാരത്തിന് കേരളി TV ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരൻ അർഹനായി. 25,000 രൂപയും പ്രശംസാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ D ബാബു പോൾ, KM റോയ് എന്നിവരുൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഈ മാസം 13-ന് കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഇന്ത്യ പ്രസ് ക്ലബ് പ്രസിഡന്റ് മധു കൊട്ടാരക്കര, സെക്രട്ടറി സുനിൽ തൈമറ്റം തുടങ്ങിയവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപൂർവ രത്നങ്ങളുടെ ശേഖരവുമായി മലബാർ ഗോൾഡിന്റെ ആർട്ടിസ്ട്രി ബ്രാൻഡ് ജ്വല്ലറി ഷോ ഇന്നു മുതൽ ജനുവരി 13 വരെ കോഴിക്കോട്ടെ ഷോറൂമിൽ നടക്കുന്ന പ്രദർശനം എഴുത്തുകാരി KP സുധീര ഉദ്ഘാടനം ചെയ്തു. ഡയമണ്ട് ആഭരണങ്ങൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ ഡാർക്ക് റൂം എക്സ്പ്ലോറേഷനാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. രത്നങ്ങളിൽ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനത്തിനൊപ്പം വിൽപ്പനയും ഉണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP വീരാൻകുട്ടി, റീജിയണൽ ഹെഡ് അബ്ദുൾ ജലീൽ തുടങ്ങിയവരും പങ്കെടുത്തു. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റും അവാർഡ് വിതരണവും ഈ മാസം 13-ന് കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. പരിസ്ഥിതി സംരക്ഷണത്തിന് പുത്തൻ ആശയവും മാതൃകയും തീർത്ത സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമായി വേൾഡ് മലയാളി കൌൺസിൽ ഏർപ്പെടുത്തിയ ഗ്ലോബൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പ്രൊജക്ട് അവാർഡുകൾ വിജയികൾക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കുമെന്ന് വേൾഡ് മലയാളി കൌൺസിൽ ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.